ഇന്ന് നമുക്കൊരു നാടൻ പുളിയിഞ്ചി തയ്യാറാക്കി നോക്കാം. കുറഞ്ഞ ചേരുവയിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പുളിയിഞ്ചി. ഇഞ്ചിപ്പുളി, ഇഞ്ചിക്കറി എന്നൊക്കെ ഇതിനെ പേരിട്ട് വിളിക്കാറുണ്ട്. നമ്മുടെ അടുപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പുളിയിഞ്ചി തയ്യാറാക്കാനായി ആദ്യം തന്നെ നമ്മൾ അത്യാവശ്യം വലിയ നാരങ്ങയുടെ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2.5 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളി നന്നായിട്ടൊന്ന് ഉടച്ച ശേഷം അരിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി ഒരു പാൻ വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ 3 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി കിട്ടിയതിന് ശേഷം ചെറുതായി അരിഞ്ഞ 120 ഗ്രാം ഇഞ്ചിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അരിഞ്ഞു വെച്ച 8 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് കൂടെ ഇതിലോട്ട് ചേർത്ത് എല്ലാം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്ട്രിപ്പ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നന്നായി ബ്രൗൺ കളർ ആവുന്ന വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. എല്ലാം നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പൊടികൾ കരിഞ്ഞു പോവാതിരിക്കാൻ പച്ചമണം മാറി കിട്ടിയ ഉടനെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് അത്യാവശ്യം ഒന്ന് കുറുക്കിയെടുക്കാം. അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പുളിയിലെ ഉപ്പിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഉപ്പിൻ്റെ അളവിൽ മാറ്റം വന്നേക്കാം. ഇനി നമ്മളിതിലേക്ക് 70 ഗ്രാം ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇങ്ങനെ ഇളക്കി നോക്കുന്ന സമയത്ത് ചെറിയൊരു ടൈറ്റ് തോന്നുന്നതാണ് ഇതിൻ്റെ പാകം. ഒരു 3 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യുമ്പോഴാണ് പുളിയിഞ്ചി അതിൻ്റെ യഥാർത്ഥ പരുവത്തിലായിട്ട് നമുക്ക് കിട്ടുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതാ 3 മണിക്കൂറിന് ശേഷം നമ്മൾ പുളിയിഞ്ചി നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് കുറഞ്ഞ ചേരുവയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ.